ഭൂട്ടാൻ യാത്രയുടെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വെസ്റ്റ് ബംഗാളിലെ സിലിഗുരിയിലുള്ള ബാഗ്ഡോഗ്ര വിമാനത്താവളത്തിൽ നിന്നുമാണ് ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത്. സിലിഗുരിയിലുള്ള വളരെ ചെറിയ ഒരു വിമാനത്താവളമാണ് ബാഗ്ഡോഗ്ര. ബാഗ്ഡോഗ്രയിൽ നിന്നും ഡ്രൈവർ ലോജൻ്റെ വാഹനത്തിൽ കയറി ഞങ്ങൾ ഭൂട്ടാൻ്റെ അതിർത്തി പ്രദേശമായ ഫുൻസുലിങ്ങിലേക്ക് യാത്ര ആരംഭിച്ചു. ഭൂട്ടാൻ്റെ പൊതു വിവരങ്ങളും ചില വിശേഷങ്ങളും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ യാത്ര ആരംഭിക്കട്ടെ. മുൻപ് ചെറുതും വലുതുമായ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഒരു യാത്ര മുഴുവനായി ചിത്രീകരിക്കുവാനും അത് യാത്രയെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരിലേക്ക് എത്തിക്കുവാനും ആഗ്രഹം തോന്നുന്നത്. വളരെ നാളുകൾക്ക് മുന്നേ ഇത് ചെയ്യാമായിരുന്നെന്ന് ഇപ്പോൾ തോന്നിപ്പോകുന്നു. എന്നാലും മികച്ച തുടക്കം നൽകാൻ ഈ യാത്രയ്ക്ക് സാധിക്കും എന്ന് കരുതുന്നു. ഭാരതത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന തണ്ടർ ഡ്രാഗണുകൾ സദാ പരിപാലിച്ചു പോരുന്ന ഭൂട്ടാനിലേക്കാണ് ഞങ്ങളുടെ യാത്ര. 12ാം നൂറ്റാണ്ടിൽ ടിബറ്റൻ സന്യാസിയായ ഗ്വാൽസെ ടെൻസിൻ ഗുഹാമുഖത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കെ ഹിമാലയൻ പ്രദേശത്തു നിന്നും കേട്ട വലിയ ഇടിവെട്ടിൻ്റെ ഒച്ചകൾ തണ്ടർ ഡ്രാഗണുകളുടേതാണ് എന്ന് കരുതുകയും പിന്നീട് ആ പ്രദേശത്തിന് ഡ്രുക്യൂൽ അഥവാ തണ്ടർ ഡ്രാഗണുകളുടെ പ്രദേശം എന്ന് നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു. പിന്നീട് ഭൂട്ടാൻ ഏകീകരിക്കപ്പെട്ടപ്പോൾ ആ നാമം ഭൂട്ടാനോടൊപ്പം കൂടെ കൂടുകയും ചെയ്തു. തണ്ടർ ഡ്രാഗണുകളാണ് ഈ പ്രദേശത്തെ സദാ പരിപാലിച്ചു പോരുന്നത് എന്ന് ഭൂട്ടാൻ നിവാസികൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ആയതിനാൽ ഭൂട്ടാനിലെ ദേശീയ പതാകയിൽ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറത്തിൽ ആഭരണങ്ങൾ താങ്ങി നിൽക്കുന്ന ഡ്രാഗണിനെ നമുക്ക് കാണാം. ഈ ആഭരണങ്ങൾ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും ഡ്രാഗൺ ഈ നാടിൻ്റെ രക്ഷകനായും നാട്ടുകാർ കണക്കാക്കുന്നു. ഭൂട്ടാനിലെ രാജാവിൻ്റെ നാമമായാലും പ്രധാനപ്പെട്ട ഓഫീസിൻ്റെ പേരുകളായാലും ദേശീയഗാനമായാൽ പോലും ഡ്രുക്ക് എന്ന വാക്കിൽ ആരംഭിക്കുന്നത് നമുക്ക് കാണാം. ഡ്രുക്ക് എന്നാൽ ഡ്രാഗൺ എന്നാണ് അർത്ഥം. 17ാം നൂറ്റാണ്ടിൽ സബ്ഡ്രുക് ങ്വാങ് നാംഗ്യാലിൻ്റെ നേതൃത്വത്തിൽ ഏകീകരിക്കപ്പെട്ട ഭൂട്ടാൻ 1907 പാരമ്പര്യ രാജവാഴ്ച രാഷ്ട്രമായി മാറി. 4ാം രാജാവായ ഡ്രുക് ജിഗ്മെ ഗേസർ വാങ്ചുക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2008 ജനാധിപത്യ വ്യവസ്ഥ കൂടി ഉൾക്കൊള്ളിച്ചുള്ള രാജവാഴ്ച വന്നു എങ്കിലും രാജാവിനാണ് ഇവിടെ പരമാധികാരം. 72% വനത്താൽ മൂടപ്പെട്ട ഭൂട്ടാനിൽ 78% മനുഷ്യരും ബുദ്ധമത വിശ്വാസികളാണ്. ബാക്കി 22% മാത്രമാണ് ഹിന്ദുമത വിശ്വാസികളുള്ളത്. ടിബറ്റൻ രീതിയിലുള്ള ബുദ്ധമത വിശ്വാസങ്ങളാണ് ഇവിടെ അനുവർത്തിച്ചു പോരുന്നത്. വിനോദസഞ്ചാരവും വൈദ്യുതി ഉത്പാദനവുമാണ് ഭൂട്ടാൻ്റെ പ്രധാന വരുമാന സ്രോതസ്സ് എങ്കിലും നെല്ലും ചോളവും ഇവിടെ അധികമായി കൃഷി ചെയ്യപ്പെടുന്നു. രാജഭരണമായതുകൊണ്ട് തന്നെ ഭൂട്ടാനിൽ ചിട്ടയായ ഒരു നിയമവ്യവസ്ഥ നിലവിലുണ്ട്. പൊതുവെ സമാധാനപ്രിയരായ ഭൂട്ടാനീസുകാർ തങ്ങളുടെ രാജാവിനെ ദൈവത്തിന് തുല്യമായി കണക്കാക്കുകയും നിയമവ്യവസ്ഥയെ കണിശമായി അനുസരിച്ചു പോരുകയും ചെയ്യുന്നു. ഔദ്യോഗികമായ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ യൂണിഫോം നിർബന്ധമാണ്. ഗൈഡുകൾക്കും ഡ്രൈവർമാർക്കും മറ്റെല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും ഇവിടെ ഭൂട്ടാനീസ് മാതൃകയിലുള്ള യൂണിഫോം നിലവിലുണ്ട്. സ്വതവേ തണുപ്പുള്ള പ്രദേശമായതിനാൽ കട്ടിയുള്ള പരുത്തിനൂലുകൾ കൊണ്ട് നിർമ്മിച്ച ദേഹം മുഴുവൻ മൂടാൻ സാധിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഇവിടത്തുകാർ ഉപയോഗിക്കുന്നത്. ഗോ എന്ന പേരിലാണ് പുരുഷന്മാരുടെ വസ്ത്രം അറിയപ്പെടുന്നത്. കീര എന്ന നാമമാണ് സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രത്തിനുള്ളത്. ലോക നന്മയ്ക്കായി സദാ പ്രാർത്ഥിക്കുന്ന ഭൂട്ടാനീസുകാർ വഴിയോരങ്ങളിൽ സമാധാനത്തിൻ്റെ മന്ത്രമായ ഓം മാണി പായ്മേ ഹും എന്ന മന്ത്രം എഴുതിയ വർണ്ണക്കൊടികൾ കെട്ടിത്തൂക്കാറുണ്ട്. ഭൂട്ടാനീസ് യാത്രയിലുടനീളം കാറ്റിലാടിക്കളിക്കുന്ന ഈ വർണ്ണക്കൊടികൾ നയനമനോഹരമായ ഒരു കാഴ്ചയാണ്. മരണപ്പെട്ട പിതൃക്കളുടെ ഓർമ്മയ്ക്കും ശാന്തിക്കുമായി
നീളമുള്ള കമ്പുകളിൽ കെട്ടിത്തൂക്കിയ വെള്ള നിറത്തിലുള്ള കൊടികളും നമുക്ക് കാണുവാൻ സാധിക്കും. പിതൃകൾക്കായി ചെറിയ മൺസ്തൂപങ്ങൾ പരസ്യമായ ഇടങ്ങളിൽ സ്ഥാപിക്കുന്ന ആചാരവും ഇവിടെ നിലവിലുണ്ട്. സേച്ചു എന്ന നാമത്തിൽ രണ്ടാം ബുദ്ധനായ ഗുരു പത്മസംഭവയുടെ ജന്മദിനത്തിൽ ആഘോഷിക്കുന്ന ഉത്സവമാണ് ഭൂട്ടാൻ്റെ ദേശീയോത്സവം. അന്നേ ദിവസത്തിൽ ഇവിടത്തുകാർ വിവിധ തരത്തിലുള്ള മരം കൊണ്ട് നിർമ്മിച്ച മുഖംമൂടികൾ വെച്ച് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ നൃത്തം ചെയ്യുന്നു. ഭൂട്ടാനീസ് അഥവാ ബുദ്ധമതവിശ്വാസപ്രകാരം ഡ്രാഗൺ, ഗരുഡൻ, പുലി, സിംഹം, കുതിര എന്നീ ജീവികൾക്ക് പ്രത്യേകം കഴിവുകളുണ്ടെന്നും ദുഷ്ടശക്തികളിൽ നിന്നും ഇവ നമ്മെ സദാ പരിപാലിച്ചു പോരുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ വഴിയിൽ ഉടനീളമുള്ള തോരണങ്ങളിലും വീടിൻ്റെ മേൽക്കൂരകളുടെ 4 വശത്തും ഈ ജീവികളുടെ തലകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഭൂട്ടാൻ്റെ ഇന്ത്യൻ അതിർത്തി പ്രദേശമായ ജയ്ഗാവോണിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വഴിയിലുടനീളം വിവിധ തരത്തിലുള്ള വഴിയോര കച്ചവടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെ തിരക്കേറിയ ഒരു പ്രദേശമാണ് ജയ്ഗാവോൺ. 2 രാഷ്ട്രങ്ങളുടെയും അതിർത്തി പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ ഇവിടം വളരെ തിരക്കേറിയ ഒരു സ്ഥലമാണ്. ഭൂട്ടാൻ അതിർത്തി ആരംഭിക്കുന്ന ഈ കവാടം വരെയാണ് ഇന്ത്യൻ വാഹനങ്ങൾക്ക് പ്രവേശനാനുമതിയുള്ളത്. ഇതിനപ്പുറത്തേക്ക് ഭൂട്ടാനീസ് വാഹനങ്ങൾ മാത്രമാണ് പ്രവേശിക്കുക. വിനോദസഞ്ചാരത്തിനായി ഭൂട്ടാനിലെത്തുന്ന എല്ലാ യാത്രികരും ഭൂട്ടാനീസ് വാഹനത്തിൽ വേണം സഞ്ചരിക്കാൻ. മാത്രമല്ല, യാത്രയിലുടനീളം ഒരു ഭൂട്ടാനീസ് ഗൈഡ് കൂടെ വേണമെന്ന നിർബന്ധവുമുണ്ട്. അതിർത്തി പ്രദേശത്തെത്തിയപ്പോഴേക്കും ഞങ്ങളെയും കാത്ത് ഗൈഡ് കിൻലെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. കിൻലെയോടൊപ്പം ഞങ്ങൾ ഭൂട്ടാൻ ഇമിഗ്രേഷൻ ഓഫീസിലേക്ക് പ്രവേശിച്ചു. തിരിച്ചറിയൽ കാർഡോ പാസ്പോർട്ടോ നൽകി ഇമിഗ്രേഷൻ പ്രക്രിയകൾ കഴിഞ്ഞാൽ നമുക്ക് ഭൂട്ടാനിലേക്ക് പ്രവേശിക്കാം. അതിർത്തി പ്രദേശമായ ഫുൻസുലിങ്ങിലേക്ക് പ്രവേശിച്ചാൽ ഭാരതത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട നെറ്റ്വർക്കുകളും പ്രവർത്തനരഹിതമാകുന്നു. ഭൂട്ടാനിലെത്തുമ്പോൾ ഭൂട്ടാനീസ് സിം എടുക്കുന്നതാണ് ഉചിതമെങ്കിലും പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനം വളരെ കുറവാണ്. പ്രത്യേകം സിം എടുക്കാത്ത വ്യക്തികൾക്ക് ഹോട്ടലിലെ വൈഫൈ സംവിധാനമാണ് ഏക ആശയവിനിമയ മാർഗം. ഫുൻസുലിംഗ് വളരെ തിരക്കേറിയ ഒരു അതിർത്തി പ്രദേശമാണ്. അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ ഭാരതീയരും ഭൂട്ടാനീസ് വംശജരും ഇവിടെ തിങ്ങിപ്പാർക്കുന്നു. ധാരാളം വീഞ്ഞുശാലകളും ഭക്ഷണശാലകളും വഴിയിൽ നമുക്ക് കാണുവാനാകും. എമിഗ്രേഷൻ പ്രക്രിയകൾക്ക് ശേഷം ഞങ്ങൾ ഫുൻസുലിങ്ങിലെ ഹോട്ടൽ മുറിയിലേക്ക് യാത്ര ആരംഭിച്ചു. 1.5 കിലോമീറ്റർ മാത്രമായിരുന്നു ഹോട്ടലിലേക്കുള്ളത്. ഹോട്ടലിലെത്തിയപ്പോഴേക്കും ഞങ്ങളെ സ്വീകരിച്ചിരുത്തുവാൻ അവിടെ ഹോട്ടൽ ജീവനക്കാരികൾ തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പരമ്പരാഗതമായ ഭൂട്ടാനീസ് വസ്ത്രധാരണം തന്നെയാണ് ഇവരിലും കാണാനായത്. ഹോട്ടലിന് മുൻവശത്തായി കുറച്ച് കുട്ടികൾ പന്ത് കളിക്കുന്നുണ്ടായിരുന്നു. ഹോട്ടലിലേക്ക് ഞങ്ങൾ കയറിയപ്പോൾ ജീവനക്കാരികൾ ഞങ്ങൾക്കായി ആപ്പിൾ ജ്യൂസ് നൽകി. ഭൂട്ടാനിൽ തന്നെ കൃഷി ചെയ്തെടുത്ത ആപ്പിൾ ആയതുകൊണ്ടാവാം ആ ജ്യൂസിന് നല്ല രുചിയുണ്ടായിരുന്നു. ആപ്പിളും പീച്ചുമാണ് ഭൂട്ടാനിലെ പ്രധാന ഫലവിഭവങ്ങൾ. അധികമായി ആപ്പിൾ ഇവിടെ കൃഷി ചെയ്യപ്പെടുന്നു. ഹോട്ടലിൽ കയറി കുളിയും ഭക്ഷണവും കഴിഞ്ഞ് ഞങ്ങൾ ഭൂട്ടാൻ നഗരത്തിലേക്ക് ഇറങ്ങി. കച്ചവട സ്ഥാപനങ്ങളും ഭക്ഷണശാലകളും ഇവിടെ കാണാനായി. ഭൂട്ടാനിൽ തന്നെ നിർമ്മിക്കുന്ന വസ്തുക്കളും തായ്ലാൻഡ്, മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത വസ്തുക്കളുമാണ് കച്ചവടശാലയിൽ വിൽക്കാനായി വച്ചിരിക്കുന്നത്. നഗരമധ്യത്തായി വളരെ മനോഹരമായ ഒരു ക്ഷേത്രം ഞങ്ങൾ കണ്ടു. ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ നടന്നു നീങ്ങി. സാങ്ട്രോ പെൽറി ലാക്കാങ് എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ നാമം. ലാക്കാങ് എന്നാൽ ക്ഷേത്രം എന്നാണ് അർത്ഥം.
രാത്രിയായതിനാൽ ക്ഷേത്രം വൈദ്യുതാലങ്കൃതമായിരുന്നു. ക്ഷേത്രത്തിന് മുൻവശത്തായി ബുദ്ധദേവതയായ താരാദേവിയുടെ പ്രതിമ ഞങ്ങൾ കണ്ടു. ബുദ്ധമത രീതിയിലുള്ള ശില്പചാരുതയാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ക്ഷേത്രത്തിന് ചുറ്റുമായി ചെറുതും വലുതുമായ പ്രാർത്ഥനാചക്രങ്ങൾ ഞങ്ങൾ കണ്ടു. ടിബറ്റൻ പ്രയർ വീൽ എന്നാണ് ഇവയുടെ യഥാർത്ഥ നാമം. ഇവിടെ വരുന്ന ഭക്തർ ഈ പ്രാർത്ഥനാചക്രങ്ങൾ സദാ കറക്കിക്കൊണ്ടിരിക്കുന്നു. ക്ഷേത്രത്തിന് പുറകുവശത്തായി ഞങ്ങൾ വലിയ 2 പ്രാർത്ഥനാചക്രങ്ങൾ കണ്ടു. ഒരു വിശ്വാസി പ്രത്യേക മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥനാചക്രം കറക്കുന്നതായും കണ്ടു. 108 തവണ ഈ പ്രാർത്ഥനാചക്രം കറക്കണം എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൻ്റെ ഒരു വശത്തായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന മുറിയിൽ ഒരുപാട് ദീപനാളങ്ങൾ കത്തിയെരിയുന്നത് ഞങ്ങൾ കണ്ടു. ഈ നാളങ്ങൾ അണയാതിരിക്കാൻ ക്ഷേത്രനിവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ലോകനന്മയ്ക്കും സമാധാനത്തിനും മരിച്ചുപോയ പിതൃക്കളുടെ ഓർമ്മയ്ക്കുമായാണ് ഈ ദീപനാളങ്ങൾ ഇവർ കത്തിക്കുന്നത്. രാത്രിയിൽ ദീപാലങ്കൃതമായ ഈ ക്ഷേത്രം കാണാൻ വളരെ മനോഹരമായിരുന്നു. കുറച്ചു നേരം ക്ഷേത്രമൈതാനത്ത് ചെലവിട്ട് ബുദ്ധദേവനെ പ്രാർത്ഥിച്ച ശേഷം ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി.